ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ്. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എ ഇസഡ് എക്സിസ്റ്റ് ചെയ്യണം. എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന്. എനിക്ക് 0 എന്ന് പറയുന്ന പോയിന്റിലെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് 0 എടുത്താൽ മതി. അപ്പോൾ ഇത് ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ് എന്നാകും. സാധാരണ നമ്മളിത് ഇസഡിന്റെ ടേംസിലാണ് എഴുതുന്നത്. അപ്പോൾ ഡെൽറ്റ ഇസഡിന് പകരം ഇസഡ് വെച്ച് എഴുതി കഴിഞ്ഞാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇസഡ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് 0 കാൽക്കുലേറ്റ് ചെയ്യാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ്. ഓക്കെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എങ്കിൽ ഡോ യു ബൈ ഡോ എക്സ്. ഇവിടെ യു എന്ന് പറയുന്നത് 2 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. യു എക്സും വൈയും വരുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വൈ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് എക്സിൽ മാത്രം ഒരു ചേഞ്ച് കൊടുക്കുക. അപ്പോൾ എക്സിൽ ഞാൻ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ചേഞ്ച് കൊടുക്കാം. വൈ മൈനസ് ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് യു എക്സ് വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഡെൽറ്റ എക്സ്. എന്നിട്ട് ആ ചേഞ്ചിനെ 0 ടെൻഡ് ചെയ്യുക. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് യു എക്സ് വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഇതേപോലെ ഡോ യു ബൈ ഡോ വൈ ആകുമ്പോൾ എന്ത് വരും? അപ്പം ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു എക്സിനെ അതുപോലെ ഫിക്സ് ചെയ്തിട്ട് വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ വൈക്ക് പകരം വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് ഒറിജിനൽ വാല്യൂ യു എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, ഇതായിരിക്കും ഡോ യു ബൈ ഡോ വൈയുടെ വാല്യൂ. ഇതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് ഒറിജിനിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ വേണമെങ്കിൽ എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്താൽ മതി. എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് യു ഡെൽറ്റ എക്സ് 0 മൈനസ് യു 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. വേണമെങ്കിൽ ഡെൽറ്റ എക്സിന് പകരം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സിന് പകരം എക്സ് ഇട്ട് എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എക്സ് ഇട്ടാണ് എഴുതുന്നതെങ്കിൽ ഇത് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു എക്സ് 0 മൈനസ് യു 0 ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് അറ്റ് ഒറിജിൻ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ കാൽക്കുലേറ്റ് ചെയ്യാം. സിമിലർലി നിങ്ങൾക്ക് ഡോ യു ബൈ ഡോ വൈ അറ്റ് ഒറിജിൻ വേണമെങ്കിൽ ഇതേപോലത്തെ സിമിലർ ഫോർമുല യൂസ് ചെയ്താൽ മതി. ലിമിറ്റ് വൈ ടെൻസ് ടു 0 യു ഓഫ് 0, വൈ മൈനസ് യു ഓഫ് 0 ഡിവൈഡഡ് ബൈ വൈ. എങ്ങനെ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പ്രോബ്ലത്തിന്റെ ഇടയിലെല്ലാം യൂസ് ചെയ്യുന്നതായിരിക്കും. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഇക്വേഷനും ഡെറിവേറ്റീവ് ആയിട്ട് 0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും അതുപോലുള്ള കാര്യങ്ങളെല്ലാം. ഇനി അടുത്തത് അനലറ്റിക് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ അനലറ്റിക് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ഇസഡ് is said to be analytic at z equal to z0. ഒരു പോയിന്റിൽ ഫംഗ്ഷൻ അനലറ്റിക് ആകണമെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, z0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. 2, അതിന് ചുറ്റുമുള്ള പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പോൾ ഇത് z0 എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഈ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയി ഇതിന് ചുറ്റുമുള്ള പോയിന്റുകളിലും ഡിഫറൻഷ്യബിൾ ആയി കഴിഞ്ഞാൽ ആ പോയിന്റിൽ അനലറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആകണമെങ്കിൽ ആ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണം, അതിന് ചുറ്റുമുള്ള പോയിന്റുകളിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഈ മൊഡ്യൂളിലെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൂഫാണ് കോൾഡ് കോഷി റൈമാൻ കണ്ടീഷൻ അല്ലെങ്കിൽ നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി. ഡിഫറൻഷ്യബിലിറ്റിക്ക് നെസസറി ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ പ്രോബ്ലം ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, വാട്ട് ഈസ് ദി നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ. അതിനർത്ഥം കോഷി റൈമാൻ കണ്ടീഷൻ പ്രൂവ് ചെയ്യാന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത കോഷി റൈമാൻ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. കോഷി റൈമാൻ കണ്ടീഷൻ. ഓക്കെ, കോഷി റൈമാൻ കണ്ടീഷൻ പറയുന്നതാണ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ ഇസ് ഡിഫറൻഷ്യബിൾ at a point then f of z satisfies ux equal to vy and
uy equal to minus vx at that point. F of z, partial derivatives of f of z. Then partial derivatives of f of z. കാരണം ux, uy, vx, vy എല്ലാം partial derivatives ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുക. Then partial derivatives. Partial derivatives ആരൊക്കെയാണ്? ux, uy, vx, vy. ഇതാണ് partial derivatives. അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ux equal to vy ആയിരിക്കും, uy equal to minus vx ആയിരിക്കും. ux എന്ന് പറഞ്ഞാൽ dou u by dou x equal to dou v by dou y ആയിരിക്കും. അതേപോലെ dou u by dou y is equal to minus dou v by dou x ആയിരിക്കും. അപ്പം ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആയി കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയി കഴിഞ്ഞാൽ ആ പോയിന്റിൽ അത് കോഷി റൈമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നമ്മളിപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എഫ് ഓഫ് സെഡ് ഒരു പോയിന്റിൽ അനലിറ്റിക് ആണ് എങ്കിൽ ആ പോയിന്റിൽ കോഷി റൈമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്കിനി ഇതിന്റെ പ്രൂഫ് നോക്കാം. ഓക്കെ, എനിക്കറിയാവുന്ന ഒരു കാര്യം, ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് അറിയാം, ശരിയല്ലേ? ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ അതിനർത്ഥം എഫ് ഡാഷ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് പാത്ത് വഴി, ഇതിപ്പോൾ ഏത് പോയിന്റിലെ ലിമിറ്റ് ആണ്? ഒറിജിനൽ ലിമിറ്റ് ആണ് അല്ലേ? അപ്പൊ ഏത് പാത്ത് വഴി ഞാൻ ഒറിജിനിലോട്ട് പോയാലും ഫംഗ്ഷൻ വാല്യൂ ഒറ്റ പോയിന്റിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഏത് പാത്ത് വഴി ഞാൻ ഒറിജിൻ അപ്രോച്ച് ചെയ്താലും എനിക്ക് കിട്ടുന്ന വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പൊ ഞാൻ ഈ പ്രൂഫിൽ ചെയ്യാൻ പോകുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആക്കും. അതിനുശേഷം ഞാൻ രണ്ട് പാത്ത് വഴി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തും പിന്നെ ഒന്ന് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തും. ഈ രണ്ട് പാത്ത് വഴി അപ്രോച്ച് ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്ന ലിമിറ്റ് വാല്യൂ സെയിം ആയിരിക്കും. എന്നിട്ട് ആ കിട്ടുന്ന ലിമിറ്റ് വാല്യൂസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും കോഷി റൈമാൻ കണ്ടീഷൻ പ്രൂവ് ആകും. ഇതാണ് ഈ പ്രൂഫിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിനെ എക്സിന്റെയും വൈയുടെയും ടേംസിലാക്കാം. അതിന് നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് അറിയാം. എഫ് ഓഫ് ഇസഡ് ഇസ് യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് വൈ. ഓക്കെ, നമുക്ക് എങ്കിൽ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആകുമ്പോൾ ഇവിടെ യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ കോമ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, ഇപ്പോൾ രണ്ടുപേരുടെയും വാല്യൂ ഉണ്ട്, അത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു എക്സ് വൈ പ്ലസ് ഐ വി എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഡെൽറ്റ ഇസഡ് എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. നമുക്ക് ഇനി എൻറ്റയർലി എക്സിലും വൈയിലോട്ടും ആക്കാം. എക്സിലും വൈയിലോട്ട് ആക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നാകും. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു യുടെ ടേംസ് ഞാൻ ആദ്യമേ എഴുതാം. അപ്പൊ യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു എക്സ് വൈ പ്ലസ് അടുത്ത വിയുടെ ടേം എഴുതുക. വിയുടെ ടേമിനകത്ത് ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആകും. അപ്പൊ അതിനിടയിൽ നിന്ന് ഐ അങ്ങ് കോമൺ എടുക്കുക. ഐ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പം എഫ് ഡാഷ് ഓഫ് ഇസഡിന്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഞാൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ രണ്ട് പാത്ത് വഴി അപ്രോച്ച് ചെയ്ത് നോക്കും. ഒന്ന് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തും പിന്നെ ഒന്ന് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്തും. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഏത് പാത്ത് വഴി നമ്മൾ 0യെ അപ്രോച്ച് ചെയ്താലും എനിക്ക് കിട്ടുന്ന ലിമിറ്റ് വാല്യൂ സെയിം ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ആ കിട്ടുന്ന ആൻസേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കോഷി റൈമാൻ കണ്ടീഷൻ പ്രൂവ് ചെയ്തെടുക്കും. ഓക്കെ, ഞാൻ 1 by 1 പാത്തായിട്ട് പോവാം. ആദ്യമേ ഞാൻ ഡെൽറ്റ, ഇതാണ് നമ്മുടെ ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് ഇസഡ്. അപ്പോൾ ഞാൻ രണ്ട് പാത്ത് വഴി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന പാത്ത് എന്ന് പറയുന്നത് എലോങ് ദി പാത്ത് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആണ്. ഒന്ന് നോക്കാം. എലോങ് ദി പാത്ത്
delta y is equal to 0. Delta y equal to 0 എന്ന് പറയുന്ന പാത്ത് വഴി അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ ഡെൽറ്റ വൈക്ക് പകരം 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മാത്രമേ കാണത്തുള്ളൂ. സോ എഫ് ഡാഷ് ഓഫ് z is equal to ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇനി ഡെൽറ്റ വൈക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡെൽറ്റ വൈ 0 ആയി പോകും, ഇവിടെയും ഡെൽറ്റ വൈ 0 ആയി പോകും, ഇവിടെയും ഡെൽറ്റ വൈ 0 ആയി പോകും. ബാക്കി എന്ത് വരും? u ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ എന്ന് വരും. ഡെൽറ്റ വൈ 0 ആയി പോയി. മൈനസ് യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് വി എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ 0 ആയി പോയി. ഓക്കെ, ഇനി ഇതിനിപ്പോൾ രണ്ടായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, രണ്ട് ലിമിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ലിമിറ്റ് ഇതുമായിട്ടാണ് എഴുതുന്നത്. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് യു എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഇവിടെ നിങ്ങൾക്ക് ഐ കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. ഐ കോൺസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഇവർ രണ്ടുപേരുമായിട്ട് വരും. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 വി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് വി എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്താണ്? ഇത് ഡോ യു ബൈ ഡോ എക്സ്, ശരിയല്ലേ? യു ആണ് ഫംഗ്ഷൻ, എക്സിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു വി ആണ് ഫംഗ്ഷൻ, എക്സിനാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. സോ ഡോ വി ബൈ ഡോ എക്സ് എന്ന് വരും. ഓക്കെ, രണ്ടാമത് വീണ്ടും അലോങ് ദി പാത്ത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പാത്ത് വഴി വീണ്ടും അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നേരത്തെ ഇതേ ഇക്വേഷൻ തന്നെ വരും, പക്ഷേ ഇവിടെ ഡെൽറ്റ വൈ 0 ആയതിന് പകരം ഡെൽറ്റ എക്സ് 0 ആകും. അപ്പോൾ ഇവിടെ എക്സും വരും, ഇവിടെ ഡെൽറ്റ വൈ കാണും, അതായത് ഇവിടെ വൈ പ്ലസ് ഡെൽറ്റ വൈയും കാണും. അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആയിരുന്നു, അവിടെ ഡെൽറ്റ എക്സ് 0 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഐ ഡെൽറ്റ വൈ ആയിരിക്കും ഡിനോമിനേറ്ററിൽ ബാക്കി വരുന്നത്. അപ്പോൾ അലോങ് ദി പാത്ത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് z എന്ത് വരും? എഫ് ഡാഷ് ഓഫ് z ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു. ഇപ്പം ഡെൽറ്റ എക്സ് 0 ആയി പോകും, പക്ഷെ വൈക്ക് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈ പഴയതുപോലെ വൈ പ്ലസ് ഡെൽറ്റ വൈ തന്നെ നിൽക്കും. മൈനസ് യു എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി എക്സ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആയിരുന്നു, ഡെൽറ്റ എക്സ് 0 ആയി പോകുമ്പോൾ അത് ഐ ഡെൽറ്റ വൈ എന്നാണ്. ഓക്കെ, ഡെൽറ്റ വൈ ടെൻസ് ടു 0, ഡെൽറ്റ എക്സ് അല്ല, ഡെൽറ്റ എക്സിന് നമ്മൾ 0 കൊടുത്തു, അതുകൊണ്ട് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആയിരിക്കും അവിടെ ബാക്കി വരുന്നത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എടുക്കുക. അപ്പോൾ ഇവിടെ ഐ കോൺസ്റ്റന്റ് ആണ്, സോ ഡിനോമിനേറ്ററിൽ കിടക്കുന്നുണ്ട് ഒരു 1/i ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ പ്ലസ് അടുത്ത ടേമിൽ ഇവിടെ ഐ ക്യാൻസൽ ആയി പോകും, രണ്ടിടത്തും ഐ ഉള്ളതുകൊണ്ട് റിമൈനിങ് വിൽ ബി ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 വി എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ, ഇപ്പം ഇതെന്താന്ന് നോക്കിയേ, 1/iയുടെ വാല്യൂ മൈനസ് ഐ ആണ്. സോ മൈനസ് ഐ ഇൻറ്റു ഇനി ഇത് എന്തുവാന്ന് നോക്കിയേ, യു ആണ് ഫംഗ്ഷൻ, വൈക്കാണ് ചേഞ്ച്, അപ്പോൾ ഇത് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഇതോ വി ആണ് ഫംഗ്ഷൻ, വൈക്കാണ് ചേഞ്ച്, സോ ഡോ വി ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും എഫ് ഡാഷ് ഓഫ് എക്സ് തന്നെയാണ്, എഫ് ഡാഷ് ഓഫ് ഇസഡ് തന്നെയാണ്. സോ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇത് യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് വരും. ഫ്രം ഹിയർ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഇവിടെ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് മൈനസ് ഐ യു വൈ പ്ലസ് വി വൈ എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഞാൻ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും നോക്കിയേ, റിയൽ പാർട്ടാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റിയൽ പാർട്ട് ആരാണ്? ഡോ യു ബൈ ഡോ എക്സ്, ശരിയല്ലേ? അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ റിയൽ പാർട്ട് ആരാണ്? ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ വൈ. ഇവിടെ ഇമാജിനറി പാർട്ട് ആരാണ്? ഡോ യു ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഐയുടെ കൂടെ വരുന്നത് മൈനസ് ഡോ യു ബൈ ഡോ വൈ, മൈനസ് ഡോ യു ബൈ ഡോ വൈ.
Therefore ux equal to vy ആണ് and uy ഇതാണ് uy equal to ഈ മൈനസ് ഇപ്പുറത്ത് എഴുതിയാൽ മതി uy equal to minus vx വരും. സോ അതാണ് നമ്മുടെ കോഷി റീമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡെറിവേറ്റീവിന്റെ ഈ ഫോർമുല ഓർത്ത് വെച്ചിരിക്കുക. എഫ് ഡാഷ് ഓഫ് z നമുക്ക് ഒരു ഫോർമുലയും കിട്ടും ux പ്ലസ് ഐ വി എക്സ്. ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യനകത്തെല്ലാം നമ്മൾ എഫ് ഡാഷ് ഓഫ് z ഈ ഫോർമുല യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ പ്രോബ്ലംസിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് എഫ് ഓഫ് ഇസഡ് അനലറ്റിക് ആണ് എങ്കിൽ അല്ലെങ്കിൽ എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ സി ആർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഓഫ് ഇസഡ് ഇസ് ഡിഫറൻഷ്യബിൾ ഇംപ്ലൈസ് സി ആർ കണ്ടീഷൻ. പക്ഷെ ഇതിന്റെ കോൺവേഴ്സ് ട്രൂ അല്ല. സി ആർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ച് എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമില്ല. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സാധാരണ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഒരു ഫംഗ്ഷൻ സി ആർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ ആൻസർ ഇസ് നോ. സി ആർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു റൂട്ട് മോഡ് എക്സ് വൈ. ഈ എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക. ഈ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് ഇസഡ് സാറ്റിസ്ഫൈസ് സി ആർ കണ്ടീഷൻ. സി ആർ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ എഫ് ഓഫ് ഇസഡ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഒറിജിൻ. ഒറിജിനൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല, പക്ഷേ ഒറിജിനൽ ഇത് സി ആർ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം സി ആർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതിനു മുമ്പ് എഫ് ഓഫ് ഇസഡ് ഇതിന്റെ റിയൽ പാർട്ട് എന്താണ്? ഇതിനകത്ത് ഐയുടെ ടേം ഒന്നും വന്നിട്ടില്ല, സോ അത് മൊത്തം റിയൽ പാർട്ട് തന്നെയാണ്. ദി ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, റൂട്ട് മോഡ് എക്സ് വൈ ആണ് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് 0 ആണ്. എനിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആറ്റ് ഒറിജിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, കാരണം ഒറിജിനൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്, സോറി ഒറിജിനൽ കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അറ്റ് ഒറിജിൻ എടുക്കാം. ഡോ യു ബൈ ഡോ എക്സ് അറ്റ് ഒറിജിൻ. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ദിസ് ഇസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു എക്സ് 0 മൈനസ് യു 0 ഡിവൈഡഡ് ബൈ എക്സ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് യു എക്സ് 0 യു എക്സ് വൈ. ഇത് യു എന്ന് പറയുമ്പോൾ യു എക്സ് വൈ അല്ലെ. യു എക്സ് വൈ എന്ന് പറയുന്നതാണ് റൂട്ട് മോഡ് എക്സ് വൈ. യു എക്സ് 0 മീൻസ് വൈക്ക് പകരം 0 എടുക്കുക. വൈക്ക് പകരം 0 എടുത്താൽ മൊത്തം 0 ആയി പോകും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 യു എക്സ് 0യുടെ വാല്യൂ 0 മൈനസ് യു 0 രണ്ടുപേർക്കും 0 എടുത്താലും അത് 0 തന്നെ ഡിവൈഡഡ് ബൈ എക്സ്. ന്യൂമറേറ്റർ മൊത്തം 0 ആയി പോയതുകൊണ്ട് എൻ്റെ ആൻസർ 0 എന്ന് വരും. ഇതേപോലെ ഞാൻ ഡോ യു ബൈ ഡോ വൈ അറ്റ് ഒറിജിൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ that is limit y tends to 0 u 0y minus u 0 divided by y. Okay, that is equal to limit y tends to 0. എന്താണ് u 0y? Okay, u 0y x ന് 0 വന്നാലും ഇത് 0 ആയി പോകും, സോ അതും 0 മൈനസ് u 0 അത് 0 തന്നെയാണ് ഡിവൈഡഡ് ബൈ y. സോ 0 ബൈ y അതും 0 ആയി പോകും. ഓക്കെ, അപ്പം ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും 0 ആയി പോയി. ഇനി ഡോ വി ബൈ ഡോ എക്സ് എടുത്താലോ അറ്റ് ഒറിജിൻ. വി എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ ഒരു 0 ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആയിരിക്കും. അതുകൊണ്ട് ഡോ വി ബൈ ഡോ എക്സ് അറ്റ് ഒറിജിനും 0 ആയിരിക്കും, ഡോ വി ബൈ ഡോ വൈ അറ്റ് ഒറിജിനും 0 ആയിരിക്കും. കാരണം വി ഇറ്റ്സെൽഫ് ഒരു 0 ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആണ്. നോക്കിയേ, ഇപ്പം എല്ലാവരും 0 വന്നു. എല്ലാവരും 0 വന്നുകൊണ്ട് നമുക്ക് പറയാം യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്, രണ്ടുപേരും 0 ആണ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്, അവിടെ എല്ലാവരും 0 ആണ്. ഓക്കെ, അപ്പോൾ അത് കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് ഇസഡ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ ആറ്റ് ഒറിജിൻ. കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതൊക്കെ ഓക്കെ, പക്ഷേ ഇയാള് ഒറിജിനൽ ഡിഫറൻഷ്യബിൾ അല്ല. എങ്ങനെയാണ് നമ്മൾ ഒറിജിനൽ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എഫ് ഡാഷ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഇസഡ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് ഒറിജിൻ എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. ഓക്കെ, ഡെറിവേറ്റീവ് ആയിട്ട് ഒറിജിൻ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് 0. നോക്കാം, എഫ് ഓഫ് ഇസഡ് ആരാണ്? എഫ് ഓഫ് ഇസഡ് ഇസ് റൂട്ട് മോഡ് എക്സ് വൈ
മൈനസ് എഫ് ഓഫ് 0 0 ആണ് ഡിവൈഡഡ് ബൈ ഇസഡ്. ഇനി ഇത് എക്സിലും വൈയിലും ആക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 വൈ ടെൻസ് ടു 0 റൂട്ട് മോഡ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. ഓൾറെഡി നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്യാൻ അറിയാം. y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന പാത്തിൽ നോക്കിയിട്ട് ഈ ലിമിറ്റിൽ എം വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം ഞാൻ അലോങ് y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന പാത്ത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വൈക്ക് വരെ എം എക്സ് കൊടുക്കുക. അപ്പോൾ എക്സ് ടെൻസ് ടു 0 മാത്രമാകും. വൈക്ക് വരെ എം എക്സ് കൊടുക്കുമ്പോൾ റൂട്ട് മോഡ് എക്സ് ഇൻറ്റു എം എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ എം എക്സ്. അപ്പോൾ മുകളിൽ എക്സ് സ്ക്വയർ വരും, അത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ എക്സ് ആയിട്ട് മാറും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൂട്ട് മോഡ് എം ആയിരിക്കും റിമൈനിങ് ഡിവൈഡ് ബൈ താഴെ ഒരു എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ഐ എം എന്ന് വരും. ഓക്കെ, ഇപ്പോൾ എക്സ് അങ്ങ് ക്യാൻസൽ ആയി പോകും. ഇനി എക്സ് ഇല്ല 0 കൊടുക്കാൻ. 0 എടുക്കുമ്പോൾ റൂട്ട് മോഡ് എം ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ എം. ഡിപ്പെൻഡ്സ് ഓൺ എം ആണ്. എം എൽ ഡിപ്പെൻഡഡ് ആണ് എങ്കിൽ അതിനർത്ഥം ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലെങ്കിൽ അതിനർത്ഥം എഫ് ഡാഷ് ഓഫ് 0 എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ സീറോയിൽ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ സീറോയിൽ ഈ ഫംഗ്ഷൻ കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ സീറോയിൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇത് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുക. വെനെവർ കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വെച്ച് ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഇത്. പിന്നെ എപ്പോഴാണ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷെ അതെന്താണെന്ന് അറിയണം. എഫ് ഓഫ് ഇസഡ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് എന്താണ്? എഫ് ഓഫ് ഇസഡ് സാറ്റിസ്ഫൈസ് CR condition does not imply differentiability. F of Z CR condition satisfy ചെയ്തു എന്ന് വെച്ച് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ F of Z CR condition satisfy ചെയ്തു along with u v അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. സോറി, യു വിയും അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും ആണ്. പിന്നെ യു എക്സ് യു വൈ വി എക്സ് വി വൈ അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാവരും കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഇവിടെ ഡസ് നോട്ട് ഇംപ്ലൈ മാറിയിട്ട് ഇംപ്ലൈ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ CR കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അലോങ് വിത്ത് ഇവരെല്ലാവരും കണ്ടിന്യൂസ് കൂടെ ആണ് എങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷന് ഡിഫറൻഷ്യബിലിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് കോഷി-റീമാൻ കണ്ടീഷന്റെ കോൺവേർട്സ് ട്രൂ ആകുന്ന കണ്ടീഷൻ. ഇതിനെയാണ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ അനലറ്റിക് ആണ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അത് കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. യു വി അലോങ് വിത്ത് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാവരും കണ്ടിന്യൂസും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇസഡ് ഈസ് ഡിഫറൻഷ്യബിൾ everywhere. Also find derivative. F of z equal to e raised to z എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. യു വി അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. എഫ് ഓഫ് z equal to e raised to z, that is z ന് വരെ x plus i y കൊടുക്കുക. e raised to x into e raised to i y എന്ന് വരും. that is e raised to x into e raised to i y. ഓയിലേഴ്സ് ഫോമിൽ അപ്ലൈ ചെയ്യാം. e raised to i theta എന്ന് പറയുന്നത് cos theta plus i sin theta ആണ്. അപ്പോൾ e raised to i y is cos y plus i sin y. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ e raised to x cos y plus i into e raised to x sin y. അപ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് y. u is equal to e raised to x cos y എന്നും കിട്ടും. b is equal to e raised to x sin y എന്നും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിച്ച് നോക്കാം. യു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തതെങ്കിൽ y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ cos y കോൺസ്റ്റന്റ് ആണ്. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. ഇനി യു വൈ വിത്ത് റെസ്പെക്ട് ടു y-യിലാണ് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെങ്കിൽ യു വൈ എടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y-യിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് e raised to x കോൺസ്റ്റന്റ് ആണ്. cos y യുടെ ഡെറിവേറ്റീവ് മൈനസ് sin y ആണ്.
ഓക്കെ, ഇതേപോലെ ഇവിടെ വി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് y കോൺസ്റ്റന്റ് ആണ്. സോ സൈൻ വൈ ഇൻറ്റു ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ. വി വൈ എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. നോക്കിയേ, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ്. ഇ റൈസ് ടു എക്സ് കോസ് വൈ, ഇ റൈസ് ടു എക്സ് കോസ് വൈ. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണ്. യു വൈയും വി എക്സും തമ്മിൽ മൈനസിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. ഇവിടെ ഇ റൈസ് ടു എക്സ് സൈൻ വൈയോടെ. ഓക്കെ, അപ്പോൾ കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore യു എക്സ് ഈക്വൽ ടു വി വൈയും യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും ആണ്. എലോങ് വിത്ത് നോക്കിയേ, ഈ യു വി യു എക്സ് വി എക്സ് യു വൈ വി വൈ എല്ലാത്തിനകത്തും ആകെ വരുന്നത് ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് കോസ് എക്സ്. ഇവരെല്ലാവരും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അവരുടെ കോമ്പിനേഷൻസ് എല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. therefore യു വി യു എക്സ് വി എക്സ് യു വൈ വി വൈ ആർ കണ്ടിന്യൂസ്. എല്ലാവരും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കോഷി റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആണ്. അതിനർത്ഥം എഫ് ഓഫ് സെഡ് ഇസ് ഡിഫറൻഷ്യബിൾ, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് സെഡ് ഇസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണ് എങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, എഫ് ഡാഷ് ഓഫ് സെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ യു എക്സ് പ്ലസ് ഐ വി എക്സ് ഫോമുല യൂസ് ചെയ്താൽ മതി. കോഷി റീമാൻ കണ്ടീഷനകത്ത് നിന്ന് കിട്ടിയ ഫോമുലയാണിത്. ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് യു എക്സ് പ്ലസ് ഐ വി എക്സ്. സോ യു എക്സ് എന്താണ്? യു എക്സ് ഇ റൈസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സ് ഇ റൈസ് ടു എക്സ് സൈൻ വൈ. അപ്പോൾ ഇ റൈസ് ടു എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് വരും. കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്തുവാണ്? ഇ റൈസ് ടു ഐ വൈ. ഓയിലേഴ്സ് ഫോമിൽ തിരിച്ചെഴുതിയാൽ മതി. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇത് ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ, എക്സ് പ്ലസ് ഐ വൈക്ക് വരെ തിരിച്ച് ഇസഡ് എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് ഇ റൈസ് ടു ഇസഡ്. അതിനർത്ഥം ഇ റൈസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ഇസഡ് തന്നെയാണ്. സോ സാധാരണ റിയൽ കേസിൽ ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ആണ്. അതുപോലെ തന്നെയാണ് ഇ റൈസ് ടു ഇസഡിന്റെ ഡെറിവേറ്റീവ് വീണ്ടും ഇ റൈസ് ടു ഇസഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. Show that f of z is equal to sin z is differentiable everywhere. Also find its derivative. f of z equal to sin z differentiable ആണെന്നും അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കാം. നമുക്ക് ആദ്യമേ ഇതിന് നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സൈൻ ഇസഡിന് പകരം എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. സോ ദിസ് ഇസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി, സൈൻ എക്സ് കോസ് ഐ വൈ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ. ഓക്കെ, ഇനി കോസ് ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എച്ച് വൈ. കോസ് എച്ച് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. അതേപോലെ സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈക്കും ഈക്വൽ ആണ്. ഓക്കെ, ഈ സൈൻ എച്ച് വൈയും കോസ് എച്ച് വൈയും ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. സൈൻ എക്സ് കോസ് എക്സ് അല്ല, അത് എൻറ്റയർലി ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. അവരുടെ ഡെറിവേറ്റീവ്സ് വരുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എച്ച് വൈ എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സ് എന്ന് പറയുന്നത് കോസ് എച്ച് എക്സ് ആണ്. സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എച്ച് എക്സ് ആണ്. അതേപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എച്ച് എക്സ് എന്ന് പറയുന്നത് തിരിച്ച് സൈൻ എച്ച് എക്സ് ആണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെറിവേറ്റീവ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സൈൻ കോസ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ ഈക്വൽ ആണ്. സോ സൈൻ എക്സ് കോസ് എച്ച് വൈ പ്ലസ് കോസ് എക്സ് സൈൻ ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ ആണ്. സോ ഐ സൈൻ എച്ച് വൈ. അപ്പോൾ ഇത് റിയൽ പാർട്ടും ഇത് ഇമാജിനറി പാർട്ടും ആകും. സോ യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് എച്ച് വൈ ആൻഡ് വി ഇസ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ എച്ച് വൈ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നോക്കാം. വാട്ട് ഈസ് യു എക്സ്? യു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? യു എക്സ് എന്ന് പറയുന്നത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ കോസ് എച്ച് വൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ യു വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോഴത്തേക്കും സൈൻ എക്സ് കോൺസ്റ്റന്റ് ആണ്. കോസ് എച്ച് വൈയുടെ ഡെറിവേറ്റീവ് തിരിച്ച് സൈൻ എച്ച് വൈ തന്നെയാണ്. ഇനി വി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോഴത്തേക്കും സൈൻ എച്ച് വൈ കോൺസ്റ്റന്റ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അതേപോലെ വി വൈ ഞാൻ എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് എക്സ് കോൺസ്റ്റന്റ് ആണ്. സൈൻ എച്ച് വൈയുടെ ഡെറിവേറ്റീവ് കോസ് എച്ച് വൈ ആണ്. ഇനി നോക്കിയേ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണ്. കോസ് എച്ച് വൈ കോസ് എക്സ്, കോസ് എച്ച് വൈ കോസ് വൈ.
uy യും vx ഉം തമ്മിൽ ഒരു നെഗറ്റീവിന്റെ ഡിഫറൻസ് ഉണ്ട്. sin x sin hy minus sin x sin hy. So ux equal to u, vy യും uy equal to minus vx ആണ്. അപ്പോൾ കോഷി-റീമാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. along with ഈ sin x cos x sin hy cos hy ഇവരെല്ലാവരും കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. therefore function is differentiable everywhere. ഇനി നമുക്ക് also find its derivative. ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ കണ്ടുപിടിക്കാം. f dash of z is equal to ux plus ivx ആയിരുന്നു. that is equal to ux ആരാണ്? ux is cos hy cos x plus I into vx. vx is minus sin hy sin x. Okay, that is equal to cos hy ക്ക് പകരം എനിക്ക് തിരിച്ച് cos iy എന്ന് എഴുതാം. cos x minus ഈ I sin hy ക്ക് പകരം ഓക്കെ I sin hy ക്ക് പകരം നമുക്ക് sin iy എന്ന് എഴുതാം. അപ്പോൾ ഈ I യും sin hy യും കൂടെ ചേർത്തിട്ട് sin iy എന്ന് എഴുതാം. പിന്നെ ഉള്ളത് ഒരു sin x ആണ്. ഓക്കെ, ഇപ്പോൾ ഇത് ഏത് ഫോമാണ്? cos a cos b minus sin a sin b. അത് ആരുടെ എക്സ്പാൻഷൻ ആണ്? cos a plus b യുടെ എക്സ്പാൻഷൻ ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു cos iy plus x എന്ന് വരും. So that is equal to cos x plus iy, that is cos z. So sin z ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? cos z ഡെറിവേറ്റീവ്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് f of z equal to cos z പ്രൂവ് ചെയ്യാം. f of z is cos z is differentiable everywhere എന്നും also find its derivative. cos z ഡെറിവേറ്റീവ് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഇതേപോലെ മൈനസ് sin z വരും. അപ്പോൾ അതും ഒരു സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് വേറെ ആവുന്നേ ഉള്ളൂ. ഇവിടെ കോസ് ആയിരിക്കും. ഇപ്പോൾ cos x plus y cos a plus b യുടെ ഫോർമുല വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം, വ്യത്യാസമില്ല, സെയിം തന്നെയാണ്. ഓക്കെ, ഫൈനലി ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ cos z ഡെറിവേറ്റീവ് മൈനസ് sin z എന്ന് കിട്ടും.